എന്നെ ഒറ്റയ്ക്ക് നിർത്തി നീ ഈ ബംഗാളികളോട് എന്തു പറയാ? അവൾ ദേഷ്യത്തിൽ അബിയോട് ചോദിച്ചു. കാർത്തി സാറിനെ കണ്ടപ്പോ ഒന്ന് സോപ്പിടാൻ പോയതാ, പക്ഷേ മൂപ്പർ വീണില്ല. അയാളുടെ അനിയത്തിയുടെ ഔദാര്യമാണെന്ന പോലെ ഒരു പറച്ചിൽ. അബി പറഞ്ഞു. ഞാനും കണ്ടിപ്പോ. എന്നോടും അങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ല അത് പോട്ടെ, നിനക്കറിയുമായിരുന്നോ ആമയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്ന്? ഭാമ ഓർത്തെടുത്തുകൊണ്ട് ചോദിച്ചു. അതിന് ഇത്ര ബുദ്ധി വേണോ? ഞാൻ എവിടെ പോയാലും അവിടെ കാണും. പല്ലിളിച്ചു നിൽക്കുന്നു ഒരു വായി നോക്കി പെണ്ണ്. കൊട്ടാരത്തിൽ ജനിച്ചിട്ട് എന്താ കാര്യം? എന്റെ ചോര ഊറ്റി കുടിക്കും അവള്. കൊതുകിന് പോലുമില്ല ഇത്ര ആർത്തി, അവൻ പറഞ്ഞു. ഭാമ അത് കെട്ടി ചിരിച്ചു. പോടാ, അത് പാവം. എന്നെയും നിന്നെയും അവൾക്ക് നല്ല കാര്യമാണ്, അതുകൊണ്ടല്ലേ നമ്മൾക്ക് ലക്ഷങ്ങളിൽ ഈ പ്രോജക്റ്റ് കിട്ടിയത്. ശരിക്കും കാർത്തിയേട്ടനല്ല, കാർത്തി സാർ പറഞ്ഞ് ശരിയാ. നമ്മളവളോട് താങ്ക്സ് പറയണം, ഭാമ പറഞ്ഞു. ഓ അതവിടെ നിൽക്കട്ടെ, നീ പോകുന്നില്ലേ? അവൻ ചോദിച്ചു. പോകുന്നു, എനിക്ക് നല്ല ദാഹം. ഇവിടുത്തെ അടുക്കളയിൽ കയറി ഇത്തിരി വെള്ളം തരുമോ? ചോദിക്കട്ടെ, ഭാമ ചോദിച്ചു. പിന്നാമ്പുറം വഴി പൊക്കോ, അവിടെ ഒരു പാവം ചേച്ചിയുണ്ട്, ഇവിടുത്തെ പണിക്കാരിയാണെന്ന് തോന്നുന്നു. നേരത്തെ എനിക്ക് ചായ കൊണ്ടുവന്ന് തന്നിരുന്നു. അബി പറഞ്ഞതും അവൾ പിന്നിലൂടെ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടെ മറ്റു തമ്മിക്കല്ലിൽ എന്തോ അരച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിന്റെ പിൻഭാഗം മാത്രമേ ഭാമ കാണുന്നുള്ളൂ. ചേച്ചി, അവൾ പതിയെ വിളിച്ചു. സുജാത തിരിഞ്ഞു നോക്കി. ഉരുണ്ട മുഖം, ഉരുണ്ട ശരീരം, നല്ല ഐശ്വര്യമുള്ള മുഖം. ഒറ്റനോട്ടത്തിൽ ഭാമയ്ക്ക് ഇഷ്ടമായി. തൻ്റെ ഏട്ടന് വേണ്ടി ആലോചിച്ചാലോ എന്ന് വരെ തോന്നിപ്പോയി. അപ്പോഴാണ് തൻ്റെ അടുത്തേക്ക് ഞൊണ്ടി വരുന്ന അവളെ ശ്രദ്ധിച്ചത്. അയ്യോ, ഇത് സുജാത ചേച്ചിയാണോ? ഭാമ മനസ്സിൽ പറഞ്ഞു. ആമി പറഞ്ഞ അരികിൽ സുജാത അവളുടെ ചേച്ചിയാണെന്ന് അവൾക്കറിയാം. കൂടുതലൊന്നും അവൾക്കറിയില്ല. എന്താ കുട്ടി? ചിരിച്ച മുഖത്തോടെ സുജാത ചോദിച്ചു. കുടിക്കാൻ വെള്ളം, ഭാമ ചോദിച്ചു. ഓ നല്ല വെയിലാണല്ലോ പുറത്ത്, വെള്ളം വേണമെങ്കിൽ ഞാനൊരു ജഗ്ഗിലാക്കി തരാട്ടോ. ഇത്രയും പറഞ്ഞുള്ളിലേക്ക് കയറിപ്പോയ അവളെ ഭാമ സ്നേഹത്തോടെ നോക്കി. എന്തൊരടുപ്പം തോന്നുന്നു. സുജാത അകത്തേക്ക് നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഭാമ ചിരിയോടെ വാങ്ങി. കുട്ടി എവിടെയുള്ളതാ? സുജാത ചോദിച്ചു. ഞാൻ ഗിരിയേട്ടൻ്റെ പെങ്ങളാ, ഏട്ടനെ അറിയോ? കഴിഞ്ഞ മാസത്തെ കർഷക അവാർഡ് കിട്ടിയത് ഏട്ടനാണ്. കണ്ടിട്ടുണ്ടോ? ഭാമ ചോദിച്ചു. ഗിരി എന്ന പേര് കേട്ടപ്പോൾ തന്നെ ഹൃദയത്തിൽ 1000 പൂമ്പാറ്റകൾ പറന്നു പോയ പോലെ തോന്നി സുജാതയ്ക്ക്. അറിയാം, ഗിരിയേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശരിയാ, ഞാൻ മറന്നുപോയി. ചേച്ചി ഒരു പ്രാവശ്യം അമ്പലത്തിൽ വെച്ച് കണ്ട കാര്യം എന്നോട് ഏട്ടൻ പറഞ്ഞിരുന്നു. ഇങ്ങനൊരു അനീതി കാർത്തിയേട്ടന് എന്ന കാര്യം അധികം ആർക്കും അറിയില്ലല്ലോ. ചേച്ചി എന്താ എപ്പോഴും അടുക്കളയിൽ നിൽക്കുന്നേ? പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലേ? അമ്പലത്തിൽ പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, ഭാമ ചോദിച്ചു. ശരിക്കും ഗിരിയേട്ടൻ എന്നെ പറ്റി പറഞ്ഞോ? ഞാൻ ഓർമ്മയിലുണ്ടോ? അവളെ കണ്ണിലുള്ള തിളക്കം കണ്ട് സംശയത്തോടെ അവളെ നോക്കി. അല്ല അങ്ങനെയല്ല, ഞങ്ങളധികം സംസാരിച്ചിട്ടില്ല, 1-2 വട്ടമേ കണ്ടിട്ടുള്ളൂ. സുജാത ചിരിച്ചുകൊണ്ട് രംഗം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ. ഏട്ടൻ പാവമാണ്, ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പുറത്ത് കാണുമ്പോൾ കുറച്ച് പരുക്കനാണെന്ന് തോന്നും. ചേച്ചി അന്ന് കണ്ടപ്പോൾ എന്താ തർക്കുത്തരം പറഞ്ഞെന്നൊക്കെ പറഞ്ഞിരുന്നു, ഭാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ്, പുറത്ത് പരുക്കനായാൽ എന്താ, ഉള്ളിൽ നല്ല ഒരു മനസ്സെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇയാളെന്നെ ചേച്ചി എന്നൊന്നും വിളിക്കേണ്ട, ചിലപ്പോൾ നമ്മൾ തമ്മിൽ 1-2 വയസ്സ് വ്യത്യാസമേ കാണൂ. എൻ്റെ പേര് വിളിച്ചോളൂ, സുജാത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തോ എനിക്ക് ചേച്ചി എന്നാണ് വിളിക്കാൻ തോന്നുന്നത്. അത് മതി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ വരുന്നോ? വൈകുന്നേരം അമ്പലത്തിൽ പരിപാടിയുണ്ട്. ഉത്സവത്തിന് മുൻപുള്ള 10 ദിവസം മടുപ്പിളി അമ്പലത്തിൽ പരിപാടി ഉണ്ടാകും. 10ാം ദിവസമാണല്ലോ ഇവിടുത്തെ കാർത്തിയേട്ടൻ മന്നാടിയാർ പദവി ഏറ്റെടുക്കുന്നത്. ചേച്ചി വരുന്നില്ലേ? അവൾ ചോദിച്ചു. ഞാനങ്ങനെ ഉത്സവത്തിനൊന്നും വരാറില്ല. ആമെ നിർബന്ധിച്ചാലും വളരെ കുറവാണ്. അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയാൽ പുലർച്ചെ നേരത്തെ പോകും, എന്നിട്ട് വരും, അത്രയുള്ളൂ, സുജാത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ എന്തായാലും ദീപാരാധനയ്ക്ക് വായു, ആമയുടെ കൂടെ വായു, ഞാനുമില്ലേ കമ്പനി പോ. ഭാമ കയ്യിൽ പിടിച്ചു പറഞ്ഞപ്പോൾ എന്തൊരു ആത്മാർത്ഥ സ്നേഹം സുജാതയ്ക്ക് അവളോട് തോന്നി. വളരെ പെട്ടെന്നൊരു അടുപ്പം തോന്നുന്നു. ഗിരിയേട്ടൻ്റെ സഹോദരി ആയതുകൊണ്ട് മാത്രമല്ല, തനിക്ക് വേണ്ടപ്പെട്ട എന്തോ ഒരു ബന്ധം ഭാമയുമായി ഉണ്ടെന്ന് തോന്നുന്നു. സുജാതയുടെ കുറച്ചു നേരം കൂടി സംസാരിച്ചിട്ടാണ് ഭാമ പുറത്തേക്ക് പോയത്. ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കി കണ്ടുന്ന കാർത്തിയുടെ ചുണ്ടിൽ പൂച്ചച്ചിരി വന്നു. ആളുകളെ മയക്കെടുക്കാൻ മിടുക്കി തന്നെ. അവൻ പതിയെ പറഞ്ഞിട്ട് ബാൽക്കണിയിൽ നിന്ന് മുകളിലേക്ക് കയറി. ആമി അബി പറഞ്ഞ വാക്കുകൾ കേട്ട് ആകെ മനസ്സ് കലുഷിതമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. താഴെ നിന്നും ശ്രീദേവിയുടെ ഉറക്കെയുള്ള വിളി കേട്ടാണ് അവൾ കട്ടിൽ നിന്നും എഴുന്നേറ്റത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ണാടിയിൽ നോക്കി തുടച്ചു. താഴേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നരുത്. മനസ്സോടെ താഴേക്ക് ഗോവണി ഇറങ്ങുമ്പോഴാണ് കയറി വരുന്ന അഭിജിത്തിനെ കണ്ടത്. അവൾക്ക് സങ്കടം ഒന്നുകൂടെ കൂടി. ഭാമച്ചേച്ചിയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അവൾക്ക് ഒരുപാട് വിഷമം തോന്നി. അവനെ നോക്കാതെ തല താഴ്ത്തി ഇറങ്ങി പോകുന്നത് നേരെ അവൻ കൈകൊണ്ട് തടഞ്ഞു. മുന്നിലായി തടയിട്ട് നിൽക്കുന്ന രോമപ്രദമായ നീണ്ട കൈയിലെ നോക്കി ആമി അവനെ തുറച്ചു നോക്കി.
എത്ര നാളായി ഈ അസുഖം തുടങ്ങിയിട്ട്? അഭി ചോദിച്ചു. എന്തിൻ്റെ അസുഖം? അവൾ ചോദിച്ചു. ഈ പ്രേമരോഗം. നിന്റെ ഏട്ടൻ പറഞ്ഞാലോ, നിന്റെ റെക്കമെൻഡേഷൻ വഴിയാണ് എനിക്കിവിടെ ജോലി കിട്ടിയതെന്ന്. അത്രയ്ക്ക് പ്രേമമുണ്ടോ എന്നോട്? അവൻ പരിഹസിച്ച് അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. അഭിയേട്ടനുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, ഭാമ ചേച്ചി എന്നോട് മുൻപേ പറഞ്ഞിരുന്നു എന്തെങ്കിലും കല്യാണമോ ഫംഗ്ഷനോ ഉണ്ടെങ്കിൽ പറയണമെന്ന്. ചേച്ചിക്ക് വേണ്ടി കൂടിയ. അവൾ നിലത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. താഴെ തറയിൽ ആരാ ഉള്ളത്? എനിക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാത്ത പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, കള്ളികൾ. അഭി പറഞ്ഞുകൊണ്ട് അവള് താടിത്തുമ്പ് പിടിച്ചുയർത്തി. അവന്റെ വിരൽ സ്പർശം ഏറ്റതും അവൾ കണ്ണുകൾ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. ചെറുതായി അവളുടെ അത്തരങ്ങൾ വേർപെട്ടു. ഒരു നിമിഷം അവൻ ആ കാഴ്ചയിൽ മതി മറന്നുപോയി. എന്താ, എന്തിനിങ്ങനെ നോക്കുന്നേ? ആമി വിറച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ ഭംഗി ആസ്വദിച്ചതാണ്. ഈ നിറമില്ലായ്മയും ചുള്ളിക്കമ്പ് പോലെയുള്ള ശരീരവും. ഓ മൈ ഗോഡ്, വാട്ട് എ സെക്സി. അഭി കളിയാക്കി പറഞ്ഞു കേട്ടതും ആമി അവനെ ഉന്തിത്തള്ളിക്കൊണ്ടുപോയി. അവളുടെ പോക്ക് കണ്ട് അഭിക്ക് ചിരി വന്നിരുന്നു. ഗിരിയും ഭാമയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഗിരി ചോദിച്ചു. കുഴപ്പമില്ല, അത്ര തന്നെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ ചെകുത്താനെ കണ്ടു. കാർത്തിയുടെ ഓർമ്മയിൽ ഭാമ പറഞ്ഞു. ഗിരി മനസ്സിലാവാതെ പുരികൻ ചുളിച്ച് അവളെ നോക്കി. അടുത്ത മന്നാടിയാറ് കാര്യമാണ് പറഞ്ഞത്. കാർത്തികേയൻ്റെ. അവൻ്റെ പേര് പറയുമ്പോൾ ഭാമ ചുണ്ടു ഗോഷ്ടി കാണിച്ചു. കാർത്തിയോ? അവന് നീ തമ്മിൽ എത്ര പ്രായവ്യത്യാസമുണ്ട്? കുറച്ച് ബഹുമാനമാകാം മോളെ, അവൻ പറഞ്ഞു. ഏട്ടൻ അറിയോ, ഞാൻ ബഹുമാനിക്കാൻ ചെന്നപ്പോൾ എന്താ പറഞ്ഞെന്ന്? സാറെന്ന് വിളിക്കണം പോലും. പഴയ നാട്ടുകാരിയുടെ ബന്ധം പറഞ്ഞു വരണ്ടെന്ന്. ഞാനെന്നും വെറും ഒരു എംപ്ലോയി ആണെന്നും എന്നെ ഓർമ്മിപ്പിച്ചു. ശരിക്കും എനിക്ക് വിഷമമായി. ഇയാളാണല്ലോ ഈ നാടിനെ സംരക്ഷിക്കാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് ഭാമ പറഞ്ഞു. അവർക്ക് വലിയ ആളുകളല്ലേ, ഇനി അങ്ങനെ പറഞ്ഞാലും എൻ്റെ മോളത് കാര്യമാക്കണ്ട, ഗിരി മറുപടി പറഞ്ഞു. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ സുജാത ചേച്ചിയെ കണ്ടു, അവൾ പറഞ്ഞുകൊണ്ട് ഗിരിയുടെ കണ്ണുകളൊന്ന് പിടച്ചു. സുജാത? അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. ആമിയുടെ ചേച്ചി, കാർത്തിയേട്ടൻ്റെ പെങ്ങള്. എന്ത് രസമാണെന്നറിയോ കാണാൻ. അതുപോലെ തന്നെയാണ് പതുങ്ങിയ സംസാരവും. ആ വീട്ടിൽ ആ ഒരാൾ മാത്രമേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ട്. പിന്നെ ആമി, ഭാമ പറഞ്ഞു. ഗിരി ഒന്നും മിണ്ടാതെ മോളി. എന്തെങ്കിലും മൂളുന്നത് ഏട്ടൻ അറിയില്ലേ? അറിയാം പൊന്നാ. പിന്നെ നീ അവളെ ചേച്ചിയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാൾക്കും ഏകദേശം ഒരേ പ്രായമാകും, ഗിരി പറഞ്ഞു. പക്ഷെ എന്തോ അങ്ങനെ വിളിച്ച് ബഹുമാനിക്കാൻ തോന്നുന്നു. എന്തൊരു രസമാണ് കാണാൻ. ദേവിയെ പോലെയുണ്ട്. വലിയ കണ്ണും നീണ്ട മുടിയും പിന്നെ സ്വല്പം വണ്ണമുണ്ട്. പക്ഷെ നല്ല ഭംഗി, ഭാമ വാ തോരാതെ പറഞ്ഞു. അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല. കണ്ണ് കുറച്ച് വലുതാണ്. പിന്നെ മൂക്ക് നാരങ്ങ മുറിച്ച് വെച്ച പോലെ. ചുണ്ടു കൊള്ളാം, മുടിയും കൊള്ളാം. വണ്ണം പിന്നെ ആവശ്യത്തിന് അധികമുണ്ട്. ഒരു ഉരുണ്ട പക്കറ് പോലെ. ഗിരി അവളെ ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു. ഓഹോ, സുജാതയെ തീരെ ശ്രദ്ധിച്ചില്ലെന്നാണല്ലോ ഏട്ടൻ മുൻപേ പറഞ്ഞത്. ഇപ്പോൾ എല്ലാം കൃത്യമായി പറയുന്നു. പറമോനെ, ചേച്ചിയെ വായി നോക്കിയല്ലേ? ഭാമ ചോദിച്ചു. അയ്യേ, വായി നോക്കാൻ പറ്റിയൊരു സാധനം എനിക്കൊന്നും വേണ്ട, ആ വീപ്പക്കുറ്റിയെ പോലെ ഉള്ളതിന്. പിന്നെ ആ തറവാട്ടിലെ പെണ്ണല്ലേ, അതിൻ്റെ തലക്കന എന്തായാലും ഉണ്ടാകും. നീ കൂടുതൽ വിശ്വസിക്കേണ്ട, ഗിരി പറഞ്ഞിട്ട് മേശപ്പുറത്തേതും പ്ലേറ്റ് എടുത്തു പോയി. ഭാമ അവൻ്റെ പുറകെ ബാക്കി കറിപാത്രം എടുത്തുകൊണ്ട് വന്നു. ഒരു പക്ഷെ ആ ചേച്ചി തറവാട്ടിലെ കുട്ടിയല്ലെങ്കിൽ അതുപോലെ ഒരാളെയാണ് ഞാൻ ഏട്ടന് വേണ്ടി ആഗ്രഹിക്കുന്നത്, അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഗിരി ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ നോക്കി നിന്നു. തന്നെ നോക്കി കണ്ണ് നിറച്ച് പുഞ്ചിരിയോടെ സംസാരിച്ച പെണ്ണിനെ അവൻ ഓർത്തു. നീ വേണ്ടാത്തൊന്നും പറയില്ല പെണ്ണെ, അടുക്കളപ്പണി കഴിഞ്ഞു പോയി ഉറങ്ങാൻ നോക്ക്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഗിരി പറഞ്ഞു പോകാൻ നിന്നതും ഭാമ അവൻ്റെ കയ്യിൽ തണ്ടയിൽ പിടിച്ചു. അതെ, സുജാത ചേച്ചിയെ വീപ്പക്കുറ്റിയൊന്നും വിളിക്കേണ്ട. ഇയാളും തടിച്ച് വീർത്ത് തന്നെ ഇരിക്കുന്നേ. വയർ നോക്കിക്കേ, കുംഭകർണൻ. ബോഡി ഷെയിം ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, ഭാമ കുറിച്ച് കുസൃ നിറച്ച സ്വരത്തിൽ പറഞ്ഞു. ഗിരിക്ക് അത് കേട്ട് ചിരി വന്നു. നിന്റെ സുജാത ചേച്ചിയെ പോലെ നെയ് മുറ്റി നിൽക്കുന്ന ബോഡിയല്ല എൻ്റെ. ഇത് സ്ട്രോങ് ബോഡിയാണ്. പാടത്തും വരമ്പത്തും പണിയെടുത്ത് തഴം പൊടിച്ച ബോഡി. അപ്പോൾ എനിക്ക് കുറച്ച് തടിയും വയറും കാണും. അതുകൊണ്ട് നിന്റെ ഏട്ടനെ എല്ലാവർക്കും പേടിയാണ് പെണ്ണേ. ഇവിടുത്തെ ഒറ്റക്കൊമ്പനാണ് നിന്റെ ഏട്ടൻ. മേശത്തുമ്പ് പിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഈ കൊമ്പന് പറ്റിയ ഒരു പിടിയാനെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, സമ്മതിച്ചാൽ മതി, ഭാമ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അവിടെ കൂടന്ന് താഴെ തറവാടിൻ്റെ ഉള്ളിലെ ഇന്റീരിയർ പണിയെടുക്കുന്ന ഭാമയെ രുത്തൻ്റെ കണ്ണുകൾ അളന്നെടുത്തിരുന്നു. രുത്തിന് എന്തോ മോഹം തോന്നിപ്പോയി അവളോട്. തൻ്റെ ഏട്ടന് മുന്നിൽ തനിക്ക് നല്ല ഇമേജാണ്, അത് കളയാൻ അവന് ഇഷ്ടമല്ല. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി. ഫ്ലോറൽ ഡെക്കറേഷൻ ചെയ്യുന്ന അവളെ അടുത്ത് അവൻ നടന്നു വന്നു. വൗ, ഫെൻറ്റാസ്റ്റിക്, രുത്തൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് പുറകിൽ രുത്തനെ കണ്ടതും അവൾക്ക് ആളെ മനസ്സിലായില്ല. ഡു യു റിമെമ്പർ മീ? രുത്തൻ കൗശലക്കാരനെ പോലെ ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല, ഭാമ വിനയത്തോടു കൂടെ പറഞ്ഞു. രുദ്രയെ ഓർമ്മയില്ലേ? തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. രുദ്രൻ അവസാന വാചകം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു.
ഭാമയ്ക്ക് വേഗം ആളെ മനസ്സിലായി. രുദ്രേട്ടൻ. സോറി രുദ്രൻ സാർ. അവൾ വേഗം തീർത്തി നാക്ക് കടിച്ചുകൊണ്ട് പറഞ്ഞു. സാറോ? നിന്നെ ഞാൻ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചത്? ഏട്ടൻ. അത് മതി, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ആമി പറഞ്ഞിരുന്നു നീയും നിന്റെ ഫ്രണ്ടും കൂടെയാണ് ഇവന്റ് മാനേജ്മെന്റ് നോക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഡെക്കറേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കളർ തീം, വൈറ്റ് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ. രുദ്രൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. താങ്ക് യു. ശരിക്കും ഇത് ബ്രൈഡ് സെലക്ട് ചെയ്തതാണ്. കരീഷ്മ മേഡം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തത്. അവരെ കണ്ടിട്ടില്ലേ? ഭാമ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വന്ന ദിവസം കണ്ടിരുന്നു. ഏട്ടൻ എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. രുദ്രൻ പറഞ്ഞതും കാർത്തിയുടെ പേര് കേട്ട ഭാമയുടെ മുഖത്ത് ഒരു ചെറിയ പുച്ഛം വന്നു. അപ്പോഴേക്കും അവരുടെ പിന്നീട് രുദ്ര വന്നിരുന്നു. രുദ്രയെ കണ്ടതും എന്തോ ഭാമ ചെറുതായി ഞെട്ടിപ്പോയി. കൈ കെട്ടി രുദ്രന്റെ പിന്നിൽ നിൽക്കുന്ന അവളെ സ്വല്പം പേടിയുടെ ഭാമ നോക്കി. എന്താ ഭാമേ ഇങ്ങനെ പ്രേതത്തെ കണ്ടവർ നോക്കുന്നത്? ചിരിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. പിന്നാമ്പുറത്തേക്ക് തിരിഞ്ഞു. തന്റെ പെങ്ങളെ കണ്ടതും അവൻ ചെറുതായി കള്ളച്ചിരി ചിരിച്ച് അവളുടെ നേരെ കണ്ണടച്ചു. രുദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി. ഏട്ടൻ ഇവിടെ കൂടെ വർക്കിന് കയറിയോ? രുദ്ര ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ നമ്മുടെ ഭാമ എന്ന് പരിചയപ്പെടുകയായിരുന്നു രുദ്ര. നിനക്ക് ഓർമ്മയില്ലേ അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഭാമ? രുദ്രൻ ഭാമയെ നോക്കിക്കൊണ്ട് രുദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഭാമ കഷ്ടപ്പെട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. രുദ്ര തീർത്തും ആ പുഞ്ചിരി അവഗണിച്ചുകൊണ്ട് ഒന്നുകൂടെ കൈകെട്ടി മസിൽ പിടിച്ചു നിന്നു. അവരുടെ രണ്ടുപേരുടെയും നിൽപ്പ് കണ്ട് രുദ്രന്റെ മെന്തോ പോലെ തോന്നി. ശരി ഭാമ, നമുക്ക് പിന്നെ കാണാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്ന് വിശദമായി പരിചയപ്പെടണം. അവൻ ചെറുതായി കണ്ണിറക്കി അവളെ നോക്കി പറഞ്ഞതും ഭാമ ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷെ ഇത്രയും നേരെയുള്ള അവന്റെ മാന്യമായ പെരുമാറ്റം കാരണം അവൾക്ക് കൂടുതലൊന്നും തോന്നിയില്ല. തന്റെ ഏട്ടൻ പോയി എന്ന് കണ്ടും രുദ്ര മുന്നിലേക്ക് കയറി വന്നു. എവിടെയായിരുന്നു മിസ് ഭാമ? കണ്ടിട്ട് കുറെ കാലമായല്ലോ. എന്തായാലും ഈ വർഷങ്ങൾ കൊണ്ട് നിനക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് തൊലി വെളുപ്പും സൗന്ദര്യവും എല്ലാം ഉണ്ട്. പക്ഷെ അത് കയ്യിൽ വെച്ചിട്ട് ഇവിടുത്തെ ആണുങ്ങളെ വളച്ചെടുക്കാമെന്ന് കരുതണ്ട. അത് ഇനി എൻ്റെ സ്വന്തം ഏട്ടനായാലും എൻ്റെ മൊറച്ചെറുക്കനായ കാർത്തിയേട്ടനായാലും കേട്ടോ. രുദ്ര ആൾക്ക് കേൾക്കാൻ പാകത്തിൽ അവളെ നേരെ മുഖം അടപ്പിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഭാമ അത് കേട്ടതും ഞെട്ടലോടെ അവളെ നോക്കി. രുദ്ര എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടെ നിന്റെ ഏട്ടനെ വളയ്ക്കാൻ ശ്രമിക്കുന്നെന്നോ? രുദ്രേട്ടനായാലും കാർത്തിയേട്ടനായാലും രണ്ടുപേരോടും എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. പണ്ടേ ഞാൻ മറ്റുള്ളവരുടെ മുതൽ കട്ടെടുക്കാറില്ല. കട്ടെടുത്തത് മറ്റുള്ളവരെ കള്ളിയാക്കുന്ന സ്വഭാവം നിനക്കാണുള്ളത്, ഭാമ ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോൾ ഭാമ പഴയതുപോലെ മിണ്ടാപ്പൂച്ചയല്ല, നാവുണ്ട്. പക്ഷേ ഈ നാവ് എൻ്റെ നേരെ എടുക്കണ്ട. ക്യാഷ് വാങ്ങിയ പണി വേഗം തീർത്ത് ഇവിടെ നിന്ന് പോയിക്കോണം. വേണമെങ്കിൽ 1-2 ലക്ഷം ഞാൻ തന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇട്ടുതരാം. അങ്ങനെയെങ്കിലും നിന്റെ മുഖം കാണാതിരിക്കാമല്ലോ, രുദ്ര പുച്ഛഭാവത്തോടെ പറഞ്ഞു. ഭാമയ്ക്ക് ശരിക്കും അവളുടെ വെറുപ്പും ദേഷ്യവും ഒരുപോലെ തോന്നി. ഇപ്പോഴും പഴയ അഹങ്കാരം പിടിച്ച സ്വഭാവം തന്നെ. ഭാമ കൈ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കിയെന്ന് ദീർഘശ്വാസം എടുത്തു. രുദ്ര മേഡത്തിന് ഈ പാവം പിടിച്ച ഭാമയെ പേടിയുണ്ടോ? ഇവിടുത്തെ ആണുങ്ങൾ, അതായത് ഈ കാർത്തിയേട്ടനായാലും രുദ്രേട്ടനായാലും എന്നെ കണ്ട് മയങ്ങി പോകുമെന്നാണോ പേടി? അത്രയ്ക്ക് സുന്ദരിയാണോ ഞാൻ? എനിക്ക് വയ്യ. ഭാമ കളിയാക്കുന്ന സ്വരത്തിൽ പറഞ്ഞതും രുദ്ര ദേഷ്യത്തിൽ അവളുടെ നേരെ കൈയോങ്ങി. ആ കൈ ഭാമ മുറുക്ക പിടിച്ചു. എൻ്റെ നേരെ കൈ ഓങ്ങണ്ട രുദ്ര. നിനക്ക് മാത്രമല്ല ആംഗ്ലമാരുള്ളത്, എനിക്കുമുണ്ട് ഏട്ടൻ. എൻ്റെ നേരെ ഒരു വിരലെങ്കിലും ചൂണ്ടിയെന്നറിഞ്ഞാൽ അങ്ങേര് നിന്നെ എന്ത് ചെയ്യുമെന്ന് ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഗിരിയേട്ടനെ പറ്റി അറിയില്ലെങ്കിൽ നാട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി. അവസാന വാചകം പറയുമ്പോഴുള്ള അവളുടെ ഗാംഭീര്യം മുഖം കണ്ട് രുദ്ര അറിയാതെ ഉമ്മനീരിറക്കിപ്പോയി. തൻ്റെ അച്ഛനെ അടക്കം വെല്ലുവിളിച്ചു പോയ ഗിരിയെ അവൾക്കറിയാം. ഗിരിയോട് ഒരു ശത്രുത ഉണ്ടാക്കാൻ അവൾക്ക് താല്പര്യമില്ല. പക്ഷെ ഭാമയെ വെറുപ്പാണ്. സ്കൂളിലും കോളേജിലും എല്ലാം ഫസ്റ്റായ സൗന്ദര്യവും കരുണയും സ്നേഹവുമുള്ള ആ പെൺകുട്ടി എല്ലാവരും പുകഴ്ത്തുന്നത് രുദ്രയ്ക്ക് ദേഷ്യമാണ്. നീ ഓവർ സ്മാർട്ട് വേണ്ട. നിനക്ക് ഗിരിയേട്ടനുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാർത്തിയേട്ടൻ മതി. പണ്ടും അങ്ങനെ കണ്ടപ്പോൾ നീ നിന്ന് മൂത്രം ഒഴിച്ചിട്ടുള്ളത് ഓർമ്മയില്ലേ? രുദ്ര മനഃപൂർവ്വം അവളെ വേദനിപ്പിക്കാൻ വേണ്ടി പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഭാമ ചെറുതായിന്ന് പരിഭ്രമിച്ചു. കാർത്തിയെ പേടിയാണ്. അവൻ്റെ ഓരോ നോട്ടത്തിലും അവൾ നിന്ന് വിറച്ചു പോയിട്ടുണ്ട്. പക്ഷെയുള്ള ധൈര്യം മുഴുവനും സംഭരിച്ചുകൊണ്ട് അവൾ തനിക്ക് വേണ്ടി സംസാരിച്ചു. ഞാൻ പണ്ടൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാക്ഷാൽ ദൈവത്തിനെ പോലും എനിക്ക് ഈ കാര്യത്തിൽ പേടിയില്ല. പിന്നെയാണോ നിന്റെ കാർത്തിയേട്ടൻ? അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഭാമ പറഞ്ഞു തീർന്നതും അവളുടെ പിന്നിൽ നിന്നും ഉറക്കിയൊരു ശബ്ദം പുറപ്പെട്ടു. രുദ്ര. ആ ശബ്ദം കേട്ടതും ഭാമ അവളുടെ കൈത്തണ്ട വേഗം വിട്ടു തിരിഞ്ഞു നോക്കി. ബ്ലാക്ക് ഫുൾ സ്ലീവ് ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ട് നിൽക്കുന്ന ഒരുത്തൻ. അവനെല്ലാം കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ താഴത്തെ ഗോണിപ്പടി നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അതടുത്തുള്ള ഭിത്തിയോട് ചേർന്നാണ് കിടന്ന് വഴക്കു കൂടുന്നത്. രുദ്രയ്ക്കും ഭാമയ്ക്കും ഒരുപോലെ പേടിയും ചമ്മലും എല്ലാം വന്നു. രുദ്ര, നിന്നെ അമ്മായി വിളിക്കുന്നുണ്ട്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു.
രുദ്ര കൂടുതലൊന്നും മിണ്ടാതെ വേഗം കോണി കയറി മുകളിലേക്ക് പോയി. അവൾ മുകളിലേക്ക് കയറി തന്റെ മുറിയിൽ കയറുന്നത് വരെ അവൻ നോക്കി നിന്നു. ഭാമ എന്ത് ചെയ്യണമെന്നറിയാതെ അവനെ നോക്കി നിന്നു. രുദ്ര മുകളിലേക്ക് പോയി എന്നുറപ്പായതും കാർത്തി അവളെ നേരെ നോട്ടമെയ്തു. പേടിച്ച് വിറച്ച് ഷാൾ ചുരുട്ടി പിടിച്ചു നിൽക്കുന്നു. അവൻ അവളെ നേരെ നടന്നു. അവന്റെ നോട്ടം അവളെ പരിഭ്രമിക്കുന്ന കാപ്പിക്കണ്ണുകളിലായിരുന്നു. ഭാമ ചുറ്റും നോക്കി. ഒരു ഓപ്പൺ ഹാളാണ്. കാർത്തിയേട്ടൻ ഇങ്ങനെ തന്റെ അടുത്തേക്ക് വരുന്നത് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ വേറെ ആരും വേണ്ട, രുദ്രയോ രുദ്രയുടെ അമ്മയോ മതി. അവൾ മനസ്സിലോർത്തുകൊണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്ന് പോയി. അവൻ അവളെ നേരെ നിന്നു. ഏതാനും ഇഞ്ച് വ്യത്യാസത്തിൽ ശരീരങ്ങൾ തമ്മിലൊരു ശ്വാസം എടുത്താൽ ഉരസിപ്പോകുമെന്ന പോലെയാണ് നിൽക്കുന്നത്. അവനായി അവളുടെ ദേഹത്ത് ഒട്ടുന്നില്ല. എങ്കിലും അവൾ ദീർഘശ്വാസം എടുത്താൽ അവളുടെ മാറിടങ്ങൾ അവന്റെ ഇരുമ്പ് പോലുള്ള നെഞ്ചിൽ അമരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ശ്വാസം പിടിച്ചു നിൽക്കുകയാണ് അവൾ. ദൈവത്തിന് പേടിയില്ല, പിന്നെയാണോ ഈ കാർത്തികേയന് അല്ലേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഞാനതിന് പേടിക്കണം? തെറ്റ് ചെയ്തവരാ പേടിക്കണ്ടേ? അവളുടെ ധൈര്യം എടുത്തുകൊണ്ട് പറഞ്ഞു. നീ എൻ്റെ അനിയത്തെ ഉപദ്രവിച്ചില്ലേ? അവൻ ചോദിച്ചു. ഞാനോ? അവൾ ദേഷ്യത്തിൽ മുന്നോട്ട് ആഞ്ഞു സംസാരിച്ചതും ഇപ്പൊ അവളുടെ ശരീരം അവനോട് ഉരസി. അവൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കാർത്തി അത് അറിഞ്ഞിരുന്നു. മൃദുലമായ ദേഹം തന്നിൽ അമർന്നു നിൽക്കുന്ന ആ സുഖം എന്തോ അവന് തോന്നിപ്പോയി. ഒപ്പം പേടിച്ച് വിയർത്ത് നിൽക്കുന്ന പെണ്ണും. ആ പെണ്ണ് വലതുഭാഗത്തേക്ക് മുഖം ചേർച്ച് ആഞ്ഞ് ശ്വാസം എടുത്ത് അവളെ നോക്കി. കൂടുതൽ നാഗവലി കളിച്ച് എൻ്റെ നേരെ വരണ്ട. എൻ്റെ പെങ്ങൾ നീ കാണാൻ കരയുന്നത് എനിക്കിഷ്ടമല്ല. അത് പണ്ടാണെങ്കിലും എന്നാണെങ്കിലും അവളോട് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നിൽക്കണ്ട. ആമയെപ്പോലെ തന്നെയാണ് എനിക്ക് രുദ്രയും. ആമയ്ക്ക് വേണ്ടി നിനക്ക് ജോലി തരാമെങ്കിൽ രുദ്രയ്ക്ക് വേണ്ടി നിന്നെ ഇവിടെ നിന്നും പുറത്താക്കാനും പറ്റും. അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് പറഞ്ഞതും അവളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കയ്യിൽ പതിഞ്ഞു. അവൻ വേഗം അവളിൽ നിന്ന് പിന്മാറി. കണ്ണുകൾ കലങ്ങി നിൽക്കുന്നുണ്ടവൾ. വട്ടമുഖമാണ്, തൊടുത്ത കവൾ. താമോറക്കെ പിടിച്ചുണ്ട്. കവൾ രണ്ടും ചുവന്നിട്ടുണ്ട്. അവൾ അവന് നേരെ 2 അടി മുന്നോട്ട് നടന്നു. പണ്ടും കാർത്തിയേട്ടൻ ഇങ്ങനെയാണ്. രുദ്ര പറഞ്ഞ എന്തും വിശ്വസിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കുക കൂടിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ഇപ്പോഴത്തെ മുഖഭാവം കണ്ടപ്പോൾ കാർത്തി ശരിക്കും പണ്ട് സ്കൂൾ യൂണിഫോം ഇട്ട് തൻ്റെ മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന ഭാമി ഓർമ്മ വന്നു. ഇതുപോലെ രുദ്രയ്ക്ക് വേണ്ടി ഒരുപാട് വട്ടം അവളെ നോക്കി പേടിപ്പിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. 1-2 വട്ടം അവളുടെ കൈത്തണ്ടയിൽ നുള്ളിയിട്ടുമുണ്ട്. അന്നൊക്കെ ഞാൻ എൻ്റെ ഗിരിയേട്ടനോട് പറഞ്ഞു കൊടുക്കുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ ഗിരിയേട്ടനോട് പറയുകയും ചെയ്തിട്ടില്ല. ഇവളുടെ കാര്യം ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുമില്ല. നാട്ടിലുള്ള എല്ലാവരോടുമുള്ള അടുപ്പം ഗിരിയോടും സേതുവിനോടും ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഗിരി ഈ കാര്യം തന്നോട് സംസാരിച്ചിട്ടില്ല. ഒരു പക്ഷേ അത്ര അടുപ്പമില്ലാത്തത് കൊണ്ടാവാം. കാർത്തി പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാമ ഒന്നുകൂടി മുന്നോട്ട് കയറി നിന്നത്. ഹേയ് വെയിറ്റ്, എങ്ങോട്ടാ എൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കയറി വരുന്നത്? സ്വബോധത്തിലെത്തിയ കാർത്തി ചോദിച്ചു. അയ്യടാ, പിന്നെ നിങ്ങളുടെ നെഞ്ചത്തിലേക്ക് കയറാൻ കൊതി മൂത്തിരിക്കുകയാണല്ലോ ഞാൻ. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സ്വഭാവമാണ് അല്ലേ? സ്വയം ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കരുതുക. എനിക്ക് നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ജോലി ചെയ്ത് ഇവിടെ നിന്ന് പോകും. അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശവും എനിക്കില്ല. പിന്നെ എൻ്റെ നേരെ നിങ്ങളുടെ പെങ്ങൾ വീണ്ടും ഈഗോ പിടിച്ച് ചൊറിയാൻ വന്ന പണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്നത് പോലെ ഇരിക്കുകയില്ല. അവൾക്ക് മാത്രമല്ല ഏട്ടനുള്ളത്, എനിക്കുമുണ്ട്. അത് മറക്കണ്ട, പറഞ്ഞേക്ക് പെങ്ങളോട്. ഇത്രയും പറഞ്ഞ ദേഷ്യത്തിൽ തുള്ളിച്ചാടി പുറത്തേക്ക് നടക്കുന്നവളെ കാർത്തി അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതെല്ലാം ഹാളിൽ പാത്രം വയ്ക്കാൻ വന്നു നിന്ന കണ്ട സുജാതയ്ക്ക് ഭാമയുടെ അടുത്ത് നിന്ന് പാവം തോന്നി. അപ്പം രുദ്രയോടും കാർത്തിയോടും ദേഷ്യവും.